ഹലോ, ബെല്ലേസ സെയിൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ വർക്കല മിനി ചേച്ചിയാണേ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ചക്കപ്പഴം ഇലയടയായിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ചക്കപ്പഴം കിട്ടി, വരിക്കയല്ല കേട്ടോ കിട്ടിയത്, കൂഴയാണ് കിട്ടിയത്. അപ്പോൾ നല്ല മധുരമുള്ള ചക്കപ്പഴമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ 2 ദിവസമായി ഞാൻ ചക്കപ്പഴം കിട്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് അടുപ്പത്ത് എനിക്ക് അത്ര പോരാ, പിന്നെ കിട്ടുന്ന ലക്ഷണമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ഇലയട ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാൻ ചക്കപ്പഴമൊക്കെ എടുത്ത് വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ആ ഗോതമ്പ് മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഗോതമ്പ് മാവിൽ നമുക്ക് അരിമാവ് ഉണ്ടെങ്കിൽ അരിമാവിലും ഉണ്ടാക്കാം. പക്ഷേ എനിക്ക് ഗോതമ്പ് മാവാണ് ഇഷ്ടമായിരുന്നത്, അതുകൊണ്ട് ഞാൻ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൽ ഞാൻ ലേശം ഉപ്പ്, പാകത്തിനുള്ള ഉപ്പ് ഞാൻ ചേർക്കുവാണേ. ഉപ്പ് ചേർത്ത് അതിന് ശേഷം നമുക്ക് ചക്കപ്പഴം കണ്ടോ, ഞാൻ ജാറിനകത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല മധുരമുള്ള ചക്കപ്പഴമാണ് കേട്ടോ. അപ്പോൾ നല്ല മണമുണ്ട്. കൂഴയാണെങ്കിൽ നല്ല മധുരമൊക്കെ ഉള്ള ചക്കപ്പഴമാണ്. അപ്പോൾ ആ ഇലയട ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ വട്ട ഇലയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാനൊരു 3 ഏലക്ക എടുത്തിട്ടുണ്ട്. 3 ഏലക്ക മതി കേട്ടോ, ആവശ്യത്തിനുള്ളത് മതി. നമുക്ക് മണം ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് കേട്ടോ. ചക്കപ്പഴത്തിൻ്റെ മണം ഉള്ളത് കൊണ്ട് അറിയാൻ പറ്റത്തില്ലെങ്കിലും. അപ്പം ഞാൻ ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ നമുക്ക് 2ആയിട്ട് ഭാഗിക്കണം. കാരണം തേങ്ങയും ചക്കപ്പഴവും ഏലക്കയും കൂടെ ഇട്ട് നമുക്ക് ജാറിലിട്ട് ഒന്ന് അടിച്ച് നല്ല മഷി പോലെ അടിച്ചെടുക്കണം. ബാക്കി നമുക്ക് പഞ്ചസാര ചേർത്ത് ഇതിനകത്തോട്ട് ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് വെക്കണം. അപ്പം ഞാൻ ഈ തേങ്ങയെ 2ആയിട്ട് മാറ്റിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് ഇത് നമുക്ക് ചക്കയിലോട്ട് ഇടാം. അപ്പം നിങ്ങൾക്ക് ചക്കപ്പഴമൊക്കെ കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഇലയടയൊക്കെ ഉണ്ടാക്കി വൈകുന്നേരം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ചക്കപ്പഴത്തിലേക്ക് പഞ്ചസാര കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലേശം മധുരം കൂടെ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. നിങ്ങൾക്കിപ്പം മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ചക്കപ്പഴത്തിൻ്റെ മധുരം മതി കേട്ടോ. അപ്പം ഞാൻ തേങ്ങ ഇതിലോട്ട് ഇടുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്ത് ഏലക്കയും ചേർത്ത് പിന്നെ പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1 സ്പൂണ് ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും കൂടെ നമുക്ക് നല്ല മഷി പോലെ ഒരു ലേശം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത് എല്ലാം കൂടെ എനിക്ക് മഷി പോലെ ഇനി അരച്ചെടുക്കണം. നല്ല രീതിയിലൊന്ന് അരച്ചെടുത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നല്ല മഷി പോലെ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്കിനി മാവിലോട്ട് ഒഴിക്കാൻ പറ്റത്തില്ല, നമുക്ക് സ്പൂണ് കൊണ്ട് കോരി ഈ മാവിലേക്ക് ഒഴിക്കണം. കാരണം ഇത് കട്ടിയുണ്ട്, ലൂസായിരിക്കുമല്ല, കട്ടിയുള്ള ചക്കപ്പഴമൊക്കെ അരഞ്ഞു വന്നപ്പോൾ കട്ടിയുണ്ട്. അപ്പം ഞാൻ ബാലൻസ് തേങ്ങയിൽ ഞാൻ പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ. പഞ്ചസാര ഞാൻ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് അത് ഇളക്കി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇലയട പരത്തി കഴിയുമ്പോൾ അതിനകത്തോട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പം ഞാനിവിടെ മാവ് കുഴയ്ക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ചക്കപ്പഴം അരച്ചത് ഇതിലോട്ട് ഇടാം. കണ്ടോ, കോരി നമുക്കിതിലോട്ട് ഇടാം. നല്ല മഷി പോലെ അരിഞ്ഞിട്ടുണ്ട്. തേങ്ങയും ഏലക്കയുടെയും ചക്കപ്പഴത്തിൻ്റെയൊക്കെ മണം വല്ലാത്തൊരു മണം തന്നെയാണ് കേട്ടോ. അത് നമുക്ക് ഇതിലോട്ട് പകർത്തിയെടുത്തിട്ട് ഇത് നല്ല ഭംഗിയായിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. നല്ല പാകത്തിന് കുഴച്ച് ഞാനിവിടെ എടുത്തിട്ടുണ്ട് കണ്ടോ. ഇതാണ് ഇതിൻ്റെ പരുവം. ഇങ്ങനെ കുഴച്ചൊരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞ ശേഷം നമുക്കിത് ഇലയിലോട്ട് നമുക്കൊരു ബോൾ കണക്ക് കുറച്ചെടുത്തിട്ട് നമുക്ക് ഇലയിലിട്ട്, ഞാൻ ഇല പറഞ്ഞല്ലോ, വട്ട ഇലയാണ് എടുത്തത്. നിങ്ങളുടെ നാട്ടിൽ എന്നാ ഇല എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ നാട്ടിൽ വട്ട ഇല എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ ഇതിൽ ഫില്ല് ചെയ്യാനുള്ള തേങ്ങയാണ് പഞ്ചസാര ചേർത്ത് ഇളക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇതിന് പരത്തി വെച്ച് നമുക്കിത് ഫില്ല് ചെയ്ത് വെക്കാൻ വേണ്ടി ഞാനൊരു ഗ്രീൻ കളറിലെ ഒരു മുറം എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നാളെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒത്തിരി മുറങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലോട്ട് ഞാനൊരു വട്ടയില വെച്ചിട്ടാണ് ഞാനിതൊക്കെ മടക്കി അതിലോട്ട് വെക്കാൻ പോകുന്നത്. അപ്പം ഞാനത് ഇലയുടെ പരത്തി അതിലോട്ട് തേങ്ങയും പഞ്ചസാരയും കൂടെ ചേർത്തത് ആഡ് ചെയ്ത് കൊടുത്ത് പരത്തി മടക്കി നമുക്കിത് ആ മുറത്തിലോട്ട് വയ്ക്കാം. ഞാനങ്ങനെ ഇതെല്ലാം ഫില്ല് ചെയ്ത് ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതാണ് ഇലയുടെ
അപ്പോൾ ഇതിനെ നമുക്കിനിയിപ്പോൾ ആവിയിൽ പുഴുങ്ങിയെടുത്ത് നമുക്ക് നല്ല ചൂടോടെ കട്ടൻ ചായയായിട്ട് കഴിക്കാം. കേട്ടല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യുകയും വേണം. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പം എന്താ ഇലയുടെ വെന്തിട്ടുണ്ട് കണ്ടല്ലോ. ഇനി ഞാൻ ഒരു കട്ടൻ ചായയും കൂടെ ആയിട്ട് ഇത് കഴിച്ചോട്ടെ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് അടിക്കണേ, കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ ബൈ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. കേട്ടല്ലോ. ഓക്കെ ബൈ.